ഏറെ കാലമായിട്ടുള്ള എന്റെ ഒരു ആഗ്രഹം പറയട്ടെ. പറയൂ. നാട്ടുകാരുടെ മുന്നിലൂടെ ദേ എന്റെ വല്യുകുഞ്ഞു കെട്ടി ഈ താലിമാല എടുത്ത് പുറത്തിട്ട് ഒരു ലേശ അഹങ്കാരത്തോടു കൂടി എന്റെ കെട്ടിയവനോടൊപ്പം സ്കൂട്ടറിൽ കയറി ഈ നാട് മുഴുവനൊന്ന് കറങ്ങണം. ചിലരൊക്കെ അത് കണ്ട് ഞെട്ടണം. കൊള്ളാലോ എന്റെ കെട്ടിയോളെ. അതെ, രഹസ്യ കല്യാണം കഴിഞ്ഞ ഏതൊരു പെണ്ണിന്റെ ആഗ്രഹമാശ ഇതൊക്കെ. അല്ല കല്യാണി, എനിക്കൊരു സംശയം. ഈ ഞാൻ നിന്നെ നിർബന്ധിച്ച് SSLC എഴുതിപ്പിക്കാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ടാണോ? നീ എന്നെ ഇടയ്ക്കിടയ്ക്ക് മാഷെ മാഷെ എന്ന് വിളിക്കുന്നത്? അതൊന്നുമല്ല, ഈ മാഷെന്ന് വിളിക്കേ ഒരു സുഖമുണ്ട്. ഓ, എന്നാ പിന്നെ മാഷ് വണ്ടി എടുത്തോളൂ. ഉത്തരവ്. കല്യാണി, പോവാം. വല്യുഞ്ഞേ, എനിക്കിങ്ങനെ റോഡിലൂടെ കാഴ്ചകളൊക്കെ കണ്ട് എപ്പോഴും യാത്ര ചെയ്തോണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടാ. ഓഹോ, എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിലങ്ങ് ദുബായിക്ക് പോയാലോ? ഒന്ന് പോ വല്യുഞ്ഞേ, കളിയാക്കാതെ. കല്യാണി, നിനക്കിത് ഓടിക്കാൻ പഠിക്കണ്ടേ? വേണ്ട വേണ്ട, ഞാനില്ല. ഞാൻ സൈക്കിൾ പഠിച്ച് തന്നെ എത്ര കഷ്ടപ്പെട്ടിട്ടെന്നറിയോ? സൈക്കിൾ അറിയാവുന്നവർക്ക് ഇത് ഭയങ്കര എളുപ്പമല്ലേ? വേണ്ട വല്യുഞ്ഞേ, എനിക്കിങ്ങനെ ചേർന്നിരുന്ന് വല്യുഞ്ഞിനെ കെട്ടിപ്പിടിച്ചു പോവാനാ ഇഷ്ടം. ഓ, സ്വപ്നത്തിലെ രാജകുമാരനോടൊപ്പം പോകുമ്പോലെ അല്ലേ? നമ്മുടെ ഗന്ധർവനെ. വണ്ടി ഓടിക്കാണെന്ന് നോക്കില്ല കേട്ടോ, കുലുക്കി തരും ഞാൻ. അനിയും കുട്ടാ, എടാ അനിയും കുട്ടാ, വരുന്നു. എന്താ ഉപ്പളമ്മേ? വാശി പിടിക്കുകയും കരയുകയും ചെയ്തിട്ട് ഒരു പ്രയോജനവും ഇല്ല. ഞാൻ നാളെ രാവിലെ പോകും. നീ എന്റെ കൂടെ വരണം. അനുസരണശീലമൊക്കെ ഉണ്ടാക്കാൻ എനിക്കറിയാം. നിന്റെ അച്ഛൻ ഞാൻ പറഞ്ഞ കമാന്ന് രക്ഷ മിണ്ടില്ല. പിന്നെയല്ലേ നീ? എന്താടാ മിണ്ടാതെ നിൽക്കുന്നത്? ഒന്നുമില്ല ഒപ്പോളമ്മേ. ഇനി നീ ഇവിടെ നിന്നൂടാ, അത് ശരിയാവില്ല. നീ നിൽക്കുന്നത് ശരിയല്ല. ഇവിടെ നിന്റെ അളിയനും പെങ്ങളുവാ. കൊമ്പത്തെ തൃച്ചമ്പരത്തെ അടിയാനായിട്ടൊന്നും വളരേണ്ടവനല്ല നീ. അന്തസ്സായിട്ട് വളരണം. എന്നാലേ ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ പറ്റൂ. നാട്ടിൽ നിന്റെ അച്ഛനുണ്ട്, അവിടെ നിങ്ങൾക്കൊരു വീടുണ്ട്, കുറച്ചു മാറി ഈ ഓപ്പോളമ്മയുണ്ട്. നീ ഒരു ആൺചക്കനാണ്. എന്റെ ദാസിനെ ഭാവിയിൽ നോക്കേണ്ടത് നീയാണ്. ഇവിടെ നിന്ന് നിനക്ക് പഠിക്കാനൊന്നും പറ്റൂല. അതുകൊണ്ട് പുസ്തകങ്ങളും ഡ്രസ്സും ഒക്കെ എടുത്ത് അടുക്കി വെച്ചോ. അതിരാവിലെ നമുക്ക് പോണം. എന്നെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കരുത്. നീ വന്നില്ലെങ്കിൽ പിടിച്ചോണ്ട് പോകും ഞാൻ. ഓ, അപ്പോൾ ഇതാണ് കഥാനായകൻ. താലി കെട്ടിയ പെണ്ണിന് ദുഃഖക്കടലിൽ മുക്കിയിട്ട് ശ്രീബുദ്ധനാകാൻ പോയാള്. എന്തേ മടങ്ങി വന്നത്? അതോ ആരെങ്കിലും കണ്ടെത്തി പിടിച്ചോണ്ട് വന്നാണോ? ഇപ്പൊ ചെയ്തു കൂട്ടിയ ദോഷങ്ങൾക്കെല്ലാം മാപ്പ് പറയാൻ ക്ഷേത്ര ദർശനത്തിന് പോയി. എടാ, ഈ നിൽക്കുന്ന ഇവനെ കണ്ടില്ലേ നീ? ഇവൻ കയറി കെട്ടി തൂങ്ങുന്നായിരുന്നു എനിക്ക് സംശയം. സുബ്രു, പ്ലീസ്,
എല്ലാം ഒന്ന് കലങ്ങി തെളിയെന്ന് വിചാരിച്ച ഇളച്ച ചില സമയത്ത് ഒരു നഴ്സറി കുഞ്ഞിന്റെ ബുദ്ധി ഇല്ലല്ലോടാ നിനക്ക്. കഷ്ടം. നാഴികയ്ക്ക് 40 തൊട്ടം അന്തസ് പ്രൗഢി എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന നിന്റെ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകായിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? പിന്നെ അവർ ജീവിച്ചിരിക്കോ? നിന്റെ ഇളയച്ചന്റെ ഒരു ചാണക്യ ബുദ്ധി. പോട്ടെ സുബണ്ണ, ബ്രോ തിരികെ വന്നില്ലേ, അതിനും വലിയ സന്തോഷമുണ്ടോ സുബണ്ണ? അതല്ലടാ, നമ്മളെയൊക്കെ പറ്റിച്ചത് പോട്ടെ. ഇവനെ ശരണമെന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആ പാവം കല്യാണിയോട് ഒരു വാക്ക് ഇവന് പറഞ്ഞുകൂടായിരുന്നു? ഒരു എല്ലാധികം ഉള്ള സ്ത്രീയാണെങ്കിലും ആ ഓപ്പോളമ്മ വന്നതുകൊണ്ട് കല്യാണി ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു. പോട്ടെ മച്ചു, നീ അത് കളഞ്ഞേക്ക്. എടാ, നിന്റെ അച്ഛനുണ്ടല്ലോ, അതുപോലൊരു മനുഷ്യനെ കിട്ടാൻ തപസ്സിരിക്കണം. ആ മനുഷ്യൻ വന്ന് എന്റെ മുമ്പിൽ വിതുമ്പിയത് ഓർക്കുമ്പോ അത് വിട്. നീ ഒരു കമ്പനിയിൽ ജോലിക്ക് പോയില്ലായിരുന്നോ? അയാൾ നിന്നെ കൊണ്ട് പൊറുതിമുട്ടി. അയാളുടെ വീട്ടിൽ പോലീസുകാർ നിരങ്ങുമായിരുന്നു. ആ ജോലിയിൽ നിനക്ക് ഇനിയും തുടരാന്ന് എനിക്ക് തോന്നുന്നില്ല. അയാളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നിന്നെ വെച്ചേക്കില്ല. സുബണ്ണ നിർത്ത് സുബണ്ണ. ഇപ്പൊ ബ്രോ വന്നത് അബദ്ധായെന്ന് വിചാരിക്കുന്നുണ്ടോ? നീ വാ, നമുക്കൊന്ന് പുറത്തു പോയിട്ടുവരാം. വേണ്ട, എനിക്കൊരു ജോലിയുണ്ട്. വല്ലപ്പോഴെങ്കിലും അവിടെ പോണം. മാത്രമല്ല, ഇങ്ങനത്തെ ചങ്ങാത്തമാണെങ്കിൽ നീയുമായിട്ടുള്ള കൂട്ട് വിട്ടാലോന്ന് ആലോചിച്ച് നിൽക്കാൻ ഞാൻ. സുബ്രു, ഇത്രയും നിന്റെ മുഖത്തൊക്കെ ഔട്ടോസ് വെച്ച് പറയാൻ പറ്റില്ല. അതാ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. ഇന്ന് ഓഫീസിൽ അദാലത്ത് വെച്ചിരിക്കുക. കൃത്യസമയത്ത് എത്തണം. നമുക്ക് വൈകിട്ട് കാണാം. ശരി. നീ പറ്റുമെങ്കിൽ കുറച്ച് സമയം ആ പെണ്ണിന്റെ അടുത്ത് പോയിരിക്കെ. പോട്ടടാ. ശരി. ചുമ്മാ. ഓക്കെ, ശരി, കാണാം. ശരിടാ. ശരി. അനിയൻകുട്ടാ, എടാ അനിയൻകുട്ടാ. നീ എന്താ റെഡിയായില്ലേ? വേഗം ആകട്ടെ. ഈ വേഷമൊക്കെ മാറി ബാഗ് എടുത്തോണ്ട് വാ. ഓ, കരഞ്ഞ് കരഞ്ഞ് കണ്ണും മുഖവും ഒക്കെ നീര് വന്ന് വീർത്ത് കിട്ടിയതുപോലെയായി. ചെല്ല്, പോയിട്ട് വാ. ഒപ്പളമേ ചായ. ഓപ്പളമേ, എനിക്ക് ഒരപേക്ഷയുണ്ട്. അത് പറയുമ്പോ ഓപ്പളമ്മ എന്നോട് ദേഷ്യപ്പെടരുത്. ദേഷ്യപ്പെടേണ്ടതാണെങ്കിൽ ദേഷ്യപ്പെടുക തന്നെ ചെയ്യും. എന്തായാലും പറ. അത് അനിയൻകുട്ടനെ ഒപ്പളമ്മ അനിയൻകുട്ടനെ കൊണ്ടുപോരുത്. എനിക്കത് വലിയ സങ്കടാവും. നിന്റെ സങ്കടം തീർക്കാൻ ആ ചെറുക്കന് ജീവിതം നശിപ്പിക്കണോ? അവിടെ ദാസ് ഒറ്റയ്ക്കേ ഉള്ളൂ. അത് മാത്രമല്ല, ഇവിടെ നിന്ന് ചെറുക്കന്റെ പഠിത്തം ഒന്നും ശരിയാവില്ല. ഇത്രയും നാളും അവന്റെ അമ്മ ഞാൻ തന്നെയായിരുന്നില്ലേ ഒപ്പളമ്മേ? ശരിയാ, സമ്മതിച്ചു. പക്ഷേ ഇനി അത് വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ എപ്പോഴും അവനുണ്ടാകുക എന്ന് വെച്ചാൽ അതൊരു അതിയെപ്പറ്റാണ്. അവൻ വല്ലപ്പോഴും വിരുന്നു വരുന്ന ഒരു അതിഥി ആയിക്കോട്ടെ. അപ്പൊ നിങ്ങൾക്കും സന്തോഷം, അവനും സന്തോഷം. അതല്ലേ അതിന്റെ ശരി? ആ, റെഡിയായോ? ഇതിനല്പം മധുരം കൂടുതലാണല്ലോ അഖില. വല്ലപ്പോഴും അല്പം മധുരമൊക്കെ ആവാം കൃഷ്ണേട്ട. മാത്രമല്ല, ഇന്ന് പായസം ഞാനുണ്ടാക്കിയതാ. അത് ശരി. എന്നിന്റെ ശ്രീമതി കിച്ചണിൽ കയറിയോ? എന്റെ കൃഷ്ണേട്ടന്
എന്റെ കൈകൊണ്ടുണ്ടാക്കിയ പാൽപായസം തരാൻ വേണ്ടി മാത്രം. വെറുതെ അല്ല പാൽപായസത്തിന്റെ ഒരു പ്രത്യേക രുചി. ഉം. നല്ലൊരു മണവും. ഈ രുചിയും മണമൊക്കെ കണ്ടിട്ട് ഇത് നിന്റെ പക്കപ്പിറന്നാൾ പായസം തന്നെയാണോ ആക്ക? അതെന്താ കൃഷ്ണേട്ട അങ്ങനെ ചോദിച്ചേ? വേറൊന്നും കൊണ്ടല്ല അഖില. നല്ല ബന്ധങ്ങൾ കരിമ്പ് പോലെയാണ്. അത് വളച്ചാലും ഒടിച്ചാലും ചതച്ചാലും പിഴിഞ്ഞാലും മധുരം തന്നെയായിരിക്കും ലഭിക്കുക. എല്ലാ ബന്ധങ്ങളും കരിമ്പാവണമെന്നില്ലല്ലോ കൃഷ്ണേട്ട. അതും ശരിയാണ്. ഈ പായസം നാവിലേക്ക് വെക്കുമ്പോ എന്തോ ഒരു വാത്സല്യത്തിന്റെ രുചി, ഒരമ്മയുടെ മണം, മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുന്ന ഒരമ്മയുടെ ചേരുവകൾ ചേരുമ്പടി ചേർത്ത ഒരു രുചിക്കൂട്ട്. അതുമാത്രമല്ല, ഈ പായസം കുടിക്കുമ്പോ എങ്ങോ കളഞ്ഞുപോയ ഒരു അമൂല്യ വസ്തുവിനെ തിരികെ കിട്ടിയതിന്റെ സന്തോഷം. എന്താകല, നിനക്കും അങ്ങനെ തോന്നുന്നുണ്ടോ? ഈ പക്കപ്പിറന്നാളിന് വേണ്ടി നീ എത്ര ദിവസം കാത്തിരുന്നു? കളഞ്ഞുപോയതിനെ കുറിച്ചുള്ള ചിന്ത, ആ നഷ്ടം നന്മയ്ക്ക് വേണ്ടിയ കൃഷ്ണേട്ട. കാരണം ആ നഷ്ടങ്ങളാ നമ്മളെ പലതും ചിന്തിപ്പിക്കുന്നത്. ആ നഷ്ടങ്ങളാ പല മാറ്റത്തിനും കാരണമാവുന്നത്. കൂടുതൽ സമയം മധുരം ആസ്വദിച്ചിരിക്കാതെ റെഡിയാവാൻ നോക്ക്. ഇന്ന് ഓഫീസിൽ പോണം. ഓക്കേ. അതെ കൃഷ്ണേട്ട, ബിസിനസ് ഇന്നത്തെ ഈ നിലയിൽ എത്തിച്ചത് അവർ അഹോരാത്രം പ്രയത്നിച്ചിട്ടാ. അത് നിലനിർത്തി പോകേണ്ടത് നമ്മുടെ ആവശ്യമാണ് കൃഷ്ണേട്ട. അതിനവർക്കൊരു ട്രീറ്റ് കൊടുക്കണം, ഡിയും കൂട്ടിക്കൊടുക്കണം. ഇനി നമ്മുടെ ബിസിനസ്സിലൊരു തകർച്ചയുണ്ടായ അത് പലരും അവരുടെ വിജയമാണെന്ന് കരുതും. കൃഷ്ണേട്ടാ, മക്കളെ കണ്ടു തുടങ്ങിയതൊന്നും അല്ല നമ്മൾ ഈ ബിസിനസ്. അവരൊക്കെ തലയെടുക്കും മുമ്പ് ബിസിനസ് രംഗത്ത് സ്വന്തമായിട്ടൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തവരാ നമ്മള്. അഖില, നീ പറയുന്നതൊക്കെ ശരി തന്നെയാണ്. തൊഴിലാളികളുടെ മനസ്സിന്റെ തൃപ്തി ഒരു പ്രധാന കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പൊ നീ പ്രഖ്യാപിക്കാൻ പോകുന്ന ഡിയെയും ഈ ട്രീറ്റും തൊഴിലാളികൾക്ക് സന്തോഷമാകാനോ അതോ നിന്റെ സ്വന്തം സന്തോഷത്തിനോ? സത്യം പറയാക്കില്ല, ഇതും പക്കപ്പിറന്നാളിന്റെ ട്രീറ്റ് തന്നെയല്ലേ? കൃഷ്ണേട്ടന് അങ്ങനെയൊക്കെ തോന്നും. എത്രയും പെട്ടെന്ന് ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് പുതിയൊരു ബ്രാൻഡ് അംബാസിഡറെ കണ്ടെത്തണം. ഒക്കെ ആവാകില്ല, അതിന് എടുത്തുചാട്ടം വേണ്ട. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് പുതിയൊരു ബ്രാൻഡ് അംബാസിഡർ തിരഞ്ഞെടുക്കുന്ന വാർത്ത ബിസിനസ് ലോകത്ത് വീണ്ടും ഒരു ചർച്ചയാവും. മികച്ച അമ്മയും മകനെയും തിരഞ്ഞെടുത്ത ബിസിനസ് ലോകം അടക്കിപ്പിടിച്ച് ചിരിക്കും. അതിനിപ്പോ നമ്മളായിട്ട് സാഹചര്യം ഒരുക്കണോ? എന്ത് സാഹചര്യം? ഇതിലും വലിയ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചിട്ടും ഈ അഖിലാണ്ടേശ്വരി ആടി ഉലഞ്ഞിട്ടില്ല. ഞാൻ തോക്കുമെന്നാരും കരുതുകയും വേണ്ട.
കണ്ടില്ലേ കൃഷ്ണേട്ടാ നമ്മുടെ മോൻ? ഇപ്പൊ ഒരു പൊളിഞ്ഞ സ്കൂട്ടറും ഉണ്ട്. ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു അവന്? എനിക്കിത് സഹിക്കുന്നില്ല കൃഷ്ണേട്ടാ. അവൻ എന്തിനാ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്? ആരെ തോപ്പിക്കാനാ? എനിക്കിതൊന്നും കാണാൻ പറ്റില്ല. അഖില, നിന്നെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ഈ അവസ്ഥയൊക്കെ മാറും അഖില. എങ്ങനെ മാറാനാ? ജീവിതം കൊണ്ടൊന്ന് തച്ചുടച്ചിട്ടും കൃഷ്ണേട്ടൻ അറിയില്ല. താഴെ വെച്ച ഉറുമ്പരിക്കും, തലയിൽ വെച്ച പേനരിക്കും എന്ന് പറഞ്ഞ് വളർത്തിയതാ ഞാൻ അവനെ. അവനിങ്ങനെ വെയിലും കൊണ്ട് കരുവാളിച്ച് നിൽക്കുന്ന എനിക്ക് കാണാൻ കഴിയില്ല കൃഷ്ണേട്ടാ. കൃഷ്ണേട്ടാ, വേണ്ട. സ്വയം ജീവിതം കൊണ്ടൊന്ന് നശിപ്പിക്കട്ടെ. അനുഭവിക്കണം, അനുഭവിച്ച് തീർക്കണം. കൃഷ്ണന്റെ വണ്ടി എടുക്ക. തൃച്ചംബരത്ത് അഖിലയുടെ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഏത് നിമിഷവും ആ സന്തോഷ വാർത്തയ്ക്ക് വേണ്ടി നമുക്ക് കാതോർത്തിരിക്കാം. ഇന്ന് നടുറോഡിൽ ഒരു തുരുമ്പ് പിടിച്ച സ്കൂട്ടറുമായി ഒരു വെയിലത്ത് നിൽക്കുന്ന മകനെ കണ്ടപ്പോൾ നീ നേരത്തെ പറഞ്ഞ പെറ്റ വയറ് വേദനിച്ചില്ലെങ്കിൽ എന്തുകൊണ്ട് വേദന തോന്നിയില്ല എന്ന് ചിന്തിച്ച് നിനക്ക് കുറ്റബോധം ഉണ്ടാവണം. ആ കുറ്റബോധം നീ ഇനി എത്ര ചിരികൊണ്ട് ഒളിപ്പിക്കാൻ നോക്കിയാലും അത് തിരുത്തുന്ന കാലം വരെയും നിന്നെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. പിന്നെ നിന്നെ കോമാളിയാക്കിയതിന്റെ കുറ്റബോധം എനിക്കുണ്ടാവുമെന്ന് നീ പറഞ്ഞില്ലേ? ആനന്ദ് ദാസിന്റെ മകളുടെ കഴുത്തിൽ താലി കെട്ടി എന്ന് അറിഞ്ഞ നിമിഷം മുതൽ നിന്നോടത് പറയാൻ ഞാൻ ശ്രമിച്ചതാണ്. ഓരോ നിമിഷവും ഞാനത് പറയാൻ തയ്യാറെടുക്കുമ്പോഴും ഞാൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് നിന്റെ കണ്ണുകളിൽ നിന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അല്ല, എന്ത്? മകൻ അടുക്കളക്കാരിയെ താലി കെട്ടിട്ടെന്നോ? അതാണോ കൃഷ്ണേട്ടൻ എന്റെ കണ്ണുകളിൽ നിന്ന് വായിച്ചറിഞ്ഞത്? അതല്ല, അതിന്റെ മറുവശം. ആ ഗംഗയുമായിട്ട് ആനന്ദിന്റെ കല്യാണം ഉറപ്പിക്കരുതെന്നാണ് ഞാൻ പറയാൻ വരുന്നതെന്ന് നീ മനസ്സിലാക്കിയിരുന്നു. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കരുതക്കില്ല. എന്താ, ഞാൻ കെട്ടിയ താലിയിൽ കൈവച്ചുകൊണ്ട് നിനക്ക് പറയാമോ നീ അത് മനസ്സിലാക്കിയിരുന്നില്ല എന്ന്? ഒരിക്കൽ ചോദിച്ചതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ആ നാഗമടുത്ത ഗംഗയുമായി നിന്റെ മകന്റെ കല്യാണം നീ നടത്തിയിരുന്നെങ്കിൽ ഇന്ന് പാപഭാരം കൊണ്ട് സ്വയം ചിതയൊരുക്കി അതിലേക്ക് ചാടേണ്ടി വന്നേനെ അഖില നിനക്ക്. എന്താ, അതിന്റെ പകുതി ഭാരമെങ്കിലും എന്റെ തലയിൽ വെച്ച് കിട്ടാൻ പറ്റുമോ? പറ്റണമായിരുന്നുവെങ്കിൽ നമുക്ക് ആനന്ദും ഗംഗയുമായിട്ടുള്ള കല്യാണം നടത്തിയാലോ കൃഷ്ണേട്ടാ എന്ന് ചോദിക്കണമായിരുന്നു. അല്ലാതെ ഞാൻ ഇത്രാം തീയതിയിൽ കല്യാണം നടത്തും എന്ന് പ്രഖ്യാപിക്കുകയല്ല വേണം. കൃഷ്ണേട്ടാ, എന്നുവെച്ച് തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണൻ കുടുംബത്തിന്റെ പാരമ്പര്യവും അഭിമാനവും കളഞ്ഞ് ഡ്രൈവർ ദാസിന്റെ മകളെ കെട്ടിയത് മഹത്തായ കാര്യമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒന്നു പറയാം, സ്നേഹിച്ച പെണ്ണിനെ കൊടുത്ത വാക്ക് പാലിച്ച് കൂടെ കൂട്ടിയതിൽ അവന്റെ ഭാഗത്ത് വലിയൊരു ശരി തന്നെയായിരുന്നു. അതെ, ഞാൻ മുറി പോയി കിടന്നാലേ ചേച്ചിക്ക് ടോണിക്ക് തന്നില്ലല്ലോ എന്നോർത്ത് തിരിഞ്ഞും മറിഞ്ഞും കിടന്നാലും എനിക്ക് ഉറക്കം വരില്ല. ആ, കുഴപ്പമില്ലല്ലോ. ചേച്ചിയുടെ ജോലി തീരുന്നവരെ ഞാനിവിടെ കാത്തിരുന്നോളാം. കാത്തിരുന്നാ ഒത്തിരി വൈകും. എനിക്ക് ഒത്തിരി ജോലിയുണ്ട്. ആ, ടോണിക്കെവിടെ? അത് കുടിച്ചാ പ്രശ്നം തീരുമല്ലോ. എടുക്കാൻ.
എന്താ നിന്റെ കൈ വരയ്ക്കുന്നത്? ആ, ഏയ് കുഴപ്പമൊന്നുമില്ല. ചേച്ചിക്ക് തോന്നുന്നതാ. ദാ, എന്റെ കയ്യിൽ വേറെ കയ്യിലൊന്നുമില്ല. ഓ, അഖിലേ, ഇന്നെന്തെങ്കിലും നടക്കും. ഇവിടെ വന്നു കേറിയ നാള് മുതല് എന്റെ മനസ്സിൽ താലോല് ചോമനിച്ചുകൊണ്ട് നടക്കുന്ന സ്വപ്ന പൂവണിയാൻ പോകുന്നത്. ഏതായാലും ഉറങ്ങിയൊന്നൊന്ന് നോക്കിയിട്ട് വരാം. സൂപ്പർ. അഖിലേ, എന്റെ കൃഷ്ണേട്ടൻ ഇവിടെ ലാപ്ടോപ്പിൽ കളിച്ചോണ്ടിരിക്കുക. ഇപ്പോഴൊന്നും ഇവിടുന്ന് ഇളകുന്ന മട്ടില്ല. ഒരു 10-20 മിനിറ്റ് കിട്ടിയാ മതി. നിന്റെ കാര്യം ധാരണയായി. അയ്യോ, ആ പറയണ്ടേ. അയ്യോ, ഇനി എന്ത് പറയാനാ പ്രിയങ്കേ? അഖിലാണ്ടേശ്വരിയുടെ ആട്ടം ഇന്നത്തോടെ അവസാനിച്ചു. എന്താ ഈ പറയുന്നത്? സത്യ പ്രിയങ്കേ, ഇപ്പൊ ഞാൻ അഖിലാണ്ടേശ്വരിയുടെ മുറിയിൽ പോയി നോക്കിയിട്ട് വരിക. ശ്വാസവും അനക്കോ ഇല്ലാതെ കിടക്ക അവിടെ. ശിവരാമേട്ടൻ ഹാളിൽ ഇരുന്നേ ലാപ്ടോപ്പിൽ എന്തോ അർജന്റ് വർക്ക് ചെയ്തോണ്ടിരിക്കുക. ഞാൻ അഖിലാണ്ടേശ്വരി ഉറങ്ങുന്നത് പോലെ തോന്നിക്കാൻ മുറിയിലെ ലൈറ്റും ഓഫ് ചെയ്ത് കതകും ചാരിയിട്ടാ വന്നിരിക്കുന്നെ. ഇപ്പൊ ആര് ചെന്ന് നോക്കിയാലും അഖിലാണ്ടേശ്വരി ഉറങ്ങിക്കിടക്കുകയാണെന്നേ തോന്നും. ഓ, ഇന്നത്തെ കാറ്റ് വീശുന്നതേ നമുക്ക് വേണ്ടിയ പ്രിയങ്കേ. ഗുഡ്. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോ. ആരെങ്കിലും കണ്ടാ തന്നെ അഖിലാണ്ടേശ്വരിക്ക് ഫസ്റ്റ് എയ്ഡ് ചികിത്സ കിട്ടാതെ നോക്കണം. അല്ലെങ്കിലും തൃച്ചംബരത്ത് ആർക്കെങ്കിലും അസുഖം വന്നാ ഡോക്ടറെ തൃച്ചംബരത്തേക്ക് വരുത്താറാണല്ലോ പതിവ്. ആ പതിവ് ഈ കാര്യത്തിലും തിരുത്തണ്ട. ഈ ഒരു വിജയത്തിന് വേണ്ടി ആന്റി ഇത്രയും നാളും നമ്മൾ നടത്തിയ പ്ലാനുകളൊക്കെ പരാജയപ്പെട്ടത്. അതെ പ്രിയങ്കേ, നീ പറഞ്ഞതാ അതിന്റെ ശരി. പക്ഷേ ഈ സന്തോഷം എനിക്ക് അടിച്ചു പൊളിച്ച് ആഘോഷിക്കാൻ പറ്റുന്നില്ല എന്ന ഒറ്റ സങ്കടേ ഉള്ളൂ. പിന്നൊരു കാര്യം പറയാൻ പ്രിയങ്കേ, അഖില ചത്ത് മലച്ച് കിടക്കുമ്പോ ഏതായാലും അന്വേഷണം ഉണ്ടാവും. അപ്പോ ഒരു തെളിവും കിട്ടാതിരിക്കാൻ ഞാൻ ആ ടോണിക് ബോട്ടിലും കൂടി ഇങ്ങ് മാറ്റി. വെരി ഗുഡ് ആന്റി.
പിന്നെ ആഘോഷം അത് നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. ആ പിന്നെ എന്റെ വക ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട് ആന്റിക്ക്. അയ്യോ, എനിക്ക് മാത്രമായിട്ട് എന്ത് ഗിഫ്റ്റ് പ്രിയങ്കെ? ആടി തകർത്തത് ഞാനാണെങ്കിലും തിരക്കഥ നിന്റെ ആണല്ലോ. ഓക്കെ ആന്റി. അഖിലാണ്ടേശ്വരിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ ഡോക്ടറെ വിളിക്കുന്ന കാര്യം മറക്കണ്ട. അപ്പോ ഗുഡ് നൈറ്റ് ആന്റി. ഓ അതേ പ്രിയങ്കെ, ഇന്നാണ് നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ ഗുഡ് നൈറ്റ്. അതെ ആന്റി, ഇന്ന് തന്നെയാ യഥാർത്ഥ ഗുഡ് നൈറ്റ്. എന്നാ പിന്നെ വെച്ചേക്ക് പ്രിയങ്കെ. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. എന്തു പറ്റൂല്യൂഞ്ഞ്? എന്താ ഇങ്ങനെ പുറത്തു വന്ന് നിക്കണേ? നിനക്കെന്താ പറ്റിയ അഖില? അഖില എന്താ എന്തു പറ്റി ശിവരാമേട്ട? എന്തു പറ്റി ചേച്ചിക്ക്? ചേച്ചി ചേച്ചി, അയ്യോ ചേച്ചി കണ്ണു തുറക്ക്. ചേച്ചി എന്തു പറ്റി ചേച്ചി? ചേച്ചി 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 കണ്ണു തുറക്ക് ചേച്ചി. ശിവരാമേട്ട ചേച്ചി. അഖില, അഖില, അമ്മേ, അമ്മേ. പേടിക്കാനൊന്നുമില്ല. ക്ഷീണം കൊണ്ടുള്ള മയക്കമാ. അപ്പൊ ചത്തില്ലേ? അഖില, അഖില. ഡോക്ടർ, നമുക്ക് അമ്മയെ ഹോസ്പിറ്റലിലേക്ക്. ഏയ്, ഈ രാത്രിയിൽ അതിന്റെ ആവശ്യമില്ല. നാളെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരൂ. നമുക്കൊരു ഡീറ്റെയിൽ ചെക്കപ്പ് നടത്താം. ആ അഖില, കണ്ണു തുറക്ക് അഖില. അഖില, എന്തു പറ്റി അഖില? രാജലക്ഷ്മി എപ്പോ വന്നു? ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വരികയായിരുന്നു. അപ്പോഴാ വിലാസിനിയുടെ ഫോൺ വന്നേ. ഞാൻ എപ്പോ അഖിലാന്റിയെ കാണാൻ ചെല്ലുന്നോ അപ്പൊ വരും വിലാസിനി ആന്റി പുറകെ. ഒരക്ഷരം അഖിലാന്റിയോട് സംസാരിക്കാൻ സമ്മതിക്കില്ല. ആനന്ദം കല്യാണിയും തൃച്ചമ്പരത്തുനിന്ന് പോയത് പിന്നെ അഖിലാന്റിയുടെ കാര്യം വിലാസിനി ആന്റി ഏറ്റെടുത്തതുപോലെയാ. എന്താ കല്യാണി, നീ പെട്ടെന്ന് മൗനമായത്? അഖില മാഡത്തിൽ നിന്ന് നന്ദനെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ചതിയുണ്ട്. കല്യാണി, അതെ നന്ദന, പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോ ആ ടോണിക്കിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം. കല്യാണി, നീ പറഞ്ഞു വരുന്നത്? അഖില മാഡത്തിന് ആ ടോണിക്കിന്റെ രുചിയുടെ കാര്യത്തിൽ ഒരു വ്യത്യാസം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആവില്ല. ഓരോ ദിവസവും ഓരോ പുതിയ ബോട്ടിൽ ടോണിക്ക് വേണം അഖില മാഡത്തിന് കൊടുക്കാൻ. അല്ലെങ്കിൽ നമുക്ക് അഖില മാഡത്തിനെ നഷ്ടപ്പെട്ടെന്ന് വരും. വിലാസിനി മാഡം അഖില മാഡത്തിനെ കൊല്ലാൻ വരെ മടിക്കില്ല. നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്ക?
അഖിലേച്ചിക്ക് ഷോക്ക് അടിച്ചതാണെന്ന് അഖിലേച്ചി തന്നെ പറഞ്ഞതാണല്ലോ. പിന്നെ ഇങ്ങനെ നീ മെനഞ്ഞുണ്ടാക്കുന്ന കഥയൊക്കെ ആർക്ക് വേണം? മാത്രമല്ല അഖിലേച്ചി ബോധമില്ലാതെ കിടന്നപ്പോ ഡോക്ടറെ വിളിച്ചു വരുത്തിയത് ഞാനാ. അങ്ങനെയുള്ള ഞാൻ ടോണിക്കിൽ വിഷം ചേർത്ത് കൊല്ലാൻ നോക്കിയത്രേ. ഛേ, കഷ്ടം. കഥയ്ക്ക് വേണ്ടേ നന്ദനെ ഒരു ലോജിക്കൊക്കെ? ഇപ്പൊ ലോജിക്കല്ല എന്റെ കയ്യിലുള്ളത്, തെളിവാ. പകല് പോലെ വ്യക്തമായ തെളിവ്. തെളിവോ? എന്ത് തെളിവ്? ഇനി വിശേഷിച്ച് വല്ലതും? ഇടയ്ക്ക് ദുബായിലൊക്കെ പോയതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. മാറി നിക്കടി അങ്ങോട്ട്. അവളുടെ ഒരു കിന്നാരം ചോദിക്കല്. അയ്യോ ആന്റി, ഞാൻ കാര്യം അറിയാൻ വേണ്ടി ചോദിച്ചല്ലേ. അതോ ഇന്നലെ രാത്രി വിശേഷിച്ച് വല്ലതും കഴിച്ചോ? ഇന്നലെ രാത്രി എന്തായിരുന്നു ആന്റി എല്ലാരും കഴിച്ചത്? ഇന്നലെ രാത്രി കുറച്ച് വിഷം കഴിച്ചു. എന്താ എല്ലാരും അല്ല, ഞാൻ മാത്രം. ഈശ്വരാ, എന്തൊക്കെയാ ഞാൻ ഈ കേക്കണേ? ആത്മഹത്യ ചെയ്യാനൊക്കെ കാരണം എന്താ ആന്റി? സഹദേവൻ ഞങ്ങൾ എങ്ങാനും വഴക്കു പറഞ്ഞോ? അതോ അഖിലാന്റിക്ക് വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയത് എല്ലാവരും അറിഞ്ഞോ? ദേ, ആത്മഹത്യ എല്ലാത്തിനുള്ള പരിഹാരം അല്ല കേട്ടോ. ഒരു വീക്ക് വെച്ചെന്നാലുണ്ടല്ലോ, വായി വരുന്നത് വിളിച്ച് പറഞ്ഞേക്കരുത്. പറഞ്ഞേക്കാം. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി സുഖമായിരിക്കുന്നില്ലേ? നന്നായിട്ട് നോക്കണം. അഖിലയുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതേ ആന്റിയാ. പ്രിയങ്കേ, വേണ്ട. നീ എന്നെ ഇങ്ങനെ താറടിച്ചൊന്നും സംസാരിക്കണ്ട. എത്രമാത്രം ശ്രദ്ധിച്ചാന്നറിയോ ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തത്? മുടങ്ങാതെ കൃത്യമായി ഞാൻ ആ സ്ലോ പോയിസൺ അഖിലാണ്ടേശ്വരിക്ക് കൊടുക്കുകയും ചെയ്തതാ. കൃത്യമായിട്ട് കൊടുത്തു പോലും. ആന്റി കൊടുത്തത് സ്ലോ പോയിസൺ ആയിരിക്കില്ല, അമൃതായിരിക്കും. അമൃത്. പ്രിയങ്കേ, ഇവിടെ എന്താ നടന്നെന്ന് ആദ്യം നീ ഒന്ന് കേൾക്കണം. അഖിലേച്ചിക്ക് ഈ തൃച്ചംബരത്ത് ഇപ്പോ താലി കെട്ടിയവനോട് പോലും ഇല്ലാത്ത വിശ്വാസമായി എന്നോട്. അറിയാം. ആ വിശ്വാസം മുതലെടുത്തല്ലേ നിങ്ങൾ ആന്റിയുടെ ടോണിക് ബോട്ടിലിൽ വിഷം കലർത്തി കൊല്ലാൻ നോക്കിയത്. നീ എന്താടാ എന്നെ ആദ്യം കാണുന്ന പോലെ? എന്താടാ ഇതൊക്കെ? നിനക്ക് ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? ഇങ്ങനെ ഓട്ടോറിക്ഷയിലൊക്കെ കറങ്ങി നടക്കേണ്ട ആളാണോ നീ? എടാ എടാ, നീ എന്തിനാ സ്വയം ഇങ്ങനെ അപമാനിതനാവുന്നേ? എടാ, ഓട്ടോറിക്ഷ കയറുന്നത് അപമാനമാണെങ്കിൽ ഞാൻ അതങ്ങ് സഹിച്ചു. എന്നും സാധാരണക്കാരന്റെ ആശ്രയം ഓട്ടോറിക്ഷയാണ്. സാധാരണക്കാരൻ? സുബ്രു, നീ ആദ്യം എന്നെ അത്യാവശ്യമായിട്ട് വിളിച്ചു വരുത്തിയ കാര്യം പറ. വിളിച്ചു വരുത്തിന് വേറെ കാര്യമുണ്ട്, പറയാം. എന്നാത് പറയ. ഇന്നലെ ഒരാൾ എന്റെ ഓഫീസിൽ വന്നിരുന്നു. നീ സംശയിക്കണ്ട, അഖിലാന്റി ഒന്നും അല്ല. പിന്നെ? അതായത് കോസ്മെറ്റിക് ഐറ്റംസിന്റെ ഒരു കമ്പനി വെറുതെ പൂട്ടിക്കിടക്കുന്നു. അതിന്റെ ഉടമസ്ഥനെ ഞാൻ കണ്ടത്. ടാക്സിന്റെ ഒരു റിലാക്സേഷൻ വന്നത് അയാൾ ഓഫീസിൽ. ഞാനത് സാധിച്ചു കൊടുത്തു. അതിന്റെ നന്ദി പറയുന്ന കൂട്ടത്തിൽ അയാളിൽ നിന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അയാൾക്ക് ആ കമ്പനി തുടർന്ന് നടത്താൻ
മുടക്ക് വേണം. വേണം. നിന്റെ കയ്യിൽ തൽക്കാലം ക്യാഷ് ഇല്ലെന്ന് എനിക്കറിയാലോ. അപ്പൊ അതിന് ഞാനൊരു മാർഗം കണ്ടെത്തിയിട്ടുണ്ട്. എന്ത് മാർഗം? പണം ഞാൻ മറിച്ചുതരാം. അതിനൊക്കെയുള്ള ചില സോഴ്സുകളെയും കണ്ടെത്തിയിട്ടുണ്ട്. പോരാതെ വന്ന എന്റെ PF-ൽ നിന്ന് ലോൺ എടുത്തുതരാം. ലോൺ എടുക്കുന്നുണ്ടോ നീ പേടിക്കണ്ട. നീ തൊട്ട പൊന്ന. ബിസിനസ്സിലൊന്നും നിന്നെ തോൽപ്പിക്കാൻ തെന്നിന്ത്യയിൽ ആരുമില്ല. നിന്റെ നോട്ടത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ശിവരാമൻ അങ്കിളിന്റെയോ അരവിന്ദിന്റെ സപ്പോർട്ടോടുകൂടിയല്ല ഞാൻ ഈ കാര്യവുമായി നിന്റെ മുമ്പിലേക്ക് വന്നത്. ഞാൻ നിന്റെ ആത്മാർത്ഥ സുഹൃത്താ. എന്നും നിനക്കെന്നെ വിശ്വസിക്കാം. അപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലായ സ്ഥിതിക്ക് ഇനിയെങ്കിലും മാഡം മര്യാദയ്ക്ക് നിൽക്കാൻ നോക്ക്. എന്റെ അമ്മായിയമ്മയുടെ ദേഹത്ത് ഒരു മുള്ളു പോലും കൊള്ളാതിരിക്കാൻ ഒരു വിളിപ്പാടകലത്ത് ഞാനുണ്ടാവും. തൃച്ചംബരത്തെ മൂത്ത മരുമകൾ. കൊള്ളാം. എന്നാലേ മരുമകൾ ഒരു കാര്യം ചെയ്യണം. എന്നും ഇങ്ങനെ വാങ്ങിക്കൊണ്ടുവരുന്ന പത്രത്തിന്റെ ചരമക്കോളത്തിലേ മറക്കാതെ നോക്കണം അമ്മായിയമ്മയുടെ പടം അച്ചടിച്ചു വന്നിട്ടുണ്ടോന്ന്. എന്റെ പ്രതികാരം തീരണമെങ്കിൽ അവളല്ല, അവൻ എന്നേക്കുമായി ഇല്ലാതാവണം. അവൻ മരിച്ചാ അതോടെ തീർന്നില്ലേ ഗംഗ ആ കഥ? അതല്ല, അവനും ആ അടുക്കളക്കാരിയും മരിക്കാതെ മരിക്കണം. അങ്ങനെ ജീവിക്കുന്നത് നമ്മൾ കാണണം. അവനെ ജയിലിലേക്ക് അയക്കാനുള്ള വഴിയാ ഞാൻ തയ്യാറാക്കുന്നത്. എന്തു വഴി? അവൻ ജോലിക്ക് പോകുന്ന ആ കമ്പനിയിൽ നിന്നും അവൻ നേരെ പോകാൻ പോകുന്നത് സെൻട്രൽ ജയിലിലേക്ക്. അവൻ കളവ് കേസിൽ പ്രതിയാവും. ഞാൻ അവനെ പ്രതിയാക്കും. അവനെ കുരുക്കാൻ വേണ്ടി ആ കമ്പനി ഉടമയെ ഞാൻ വിലക്കെടുക്കുക. ആ കമ്പനി ഞാൻ വിലയ്ക്ക് വാങ്ങിക്കുകയും ചെയ്യും. അവനെ നശിപ്പിക്കാൻ കോടികൾ ഞാൻ എറിയും. കയ്യിൽ വിലങ്ങണിഞ്ഞ് കള്ളനായി തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണൻ ജയിലിലേക്ക് പോകുന്നതേ ഗംഗ നിന്നെ ഞാൻ കാണിച്ചു തരും. എന്താ ഇത്? ഇതൊക്കെ ദുസ്സൂചനകളാ. എന്നോടുള്ള പരീക്ഷണം അവസാനിപ്പിക്കാറായില്ലേ നിനക്ക്? കുടുംബ പാരമ്പര്യം കാക്കാനെ നിലകൊണ്ടിട്ടുള്ളൂ. കുലദേവതകളുടെ അന്തിത്തിരി മുടങ്ങരുതെന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ. സർവവും അവിടുത്തെ തീരുമാനം. അരവിന്ദ്, എന്താ അരവിന്ദ്, എന്ത് പറ്റി? നീ ആകെ ടെൻസ്ഡ് ആണല്ലോ. ആനന്ദിനെ കാണാൻ പോയതല്ലേ? അങ്ങോട്ട് പോവാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും വരുമായിരുന്നല്ലോ. എന്താ നിന്റെ ബ്രോ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. പിന്നെ എന്താ നിന്റെ ഈ ടെൻഷൻ? അല്ല ബ്രോ, ഇത് പുറത്തൊരു സ്കൂട്ടർ എടുക്കുന്നത്? വലിയ കുഞ്ഞ് വാങ്ങിയ സ്കൂട്ടർ അത്. സ്റ്റാർട്ടാക്കുമ്പോ നല്ല സൗണ്ടും നല്ല ഹോണൊക്കെയാ, നല്ല സ്പീഡും ഉണ്ട്.
എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ ബ്രോയുടെ ജീവിതം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നന്ദന. എനിക്കിതങ്ങോട്ട് ഉൾക്കൊള്ളാനാവുന്നില്ല. എനിക്ക് സഹിക്കുന്നില്ല. പിന്നെ ആനന്ദിനെ ജീവനെ പോലെ സ്നേഹിക്കുന്ന അരവിന്ദിനെ സഹിക്കാനാവൂ? നിനക്കറിയോ നന്ദന എന്റെ ബ്രോ ആരാണെന്ന്? അറിയില്ല. നിങ്ങൾക്ക് ആർക്കും ഒരു ചുക്കും അറിയില്ല. പഠിക്കുന്ന കാലത്ത് എല്ലാത്തിനും ഒന്നാമനായിട്ട് എന്റെ ബ്രോ പഠിച്ചത്. മറ്റുള്ളവർക്കൊന്നും ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല. എത്ര ശ്രമിച്ചാലും എന്റെ ബ്രോയുടെ സ്ഥാനത്ത് എത്താൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ടാ എന്റെ ബ്രോ തയ്യാറാക്കുന്ന പ്രൊജക്ടുകൾക്കെല്ലാം പൊന്നിന്റെ വിലയുള്ളത്. പൊന്നിന്റെ വില. നിനക്കറിയോ നന്ദന, സൗത്ത് ഇന്ത്യയിൽ ഇത്രയും മികച്ചൊരു ബിസിനസ്മാൻ ഇല്ല. എന്റെ ബ്രോ ഇന്ന് വരെ എടുത്ത ഓരോ തീരുമാനങ്ങളും ഒന്നിനൊന്ന് മികച്ചതായിട്ടേ ഉള്ളൂ. ഒടുവിൽ കല്യാണിയുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാ. ഇത്രയും വലിയ മനസ്സും കഴിവുള്ള ആളെയാ പുകഞ്ഞ കൊള്ളിയായിട്ട് പുറത്തേക്ക് എറിഞ്ഞിരിക്കുന്നത്. ഇതാണോ സ്നേഹം എന്ന് പറയുന്നത്? ഇതാണോ പുത്രവാത്സല്യം? എനിക്ക് എത്ര ആലോചിച്ചിട്ട് ഇതിനൊരു ഉത്തരം കിട്ടുന്നില്ല. പാരമ്പര്യം പ്രൗഢി. എന്ത് പാരമ്പര്യം? അല്ല, എന്താ ഈ പാരമ്പര്യം? പണ്ട് നാട്ടുരാജാക്കന്മാര് പതിച്ചു കൊടുത്ത സ്വയം അധികാരത്തിന്റെ തഴമ്പോ? അതോ സ്വർണം കെട്ടിയ കുറുവടിയായിട്ട് നടന്ന അഷ്ടിക്ക് വകയില്ലാത്തവരെ വിറപ്പിച്ച മാടമ്പിമാരായ മുത്തശ്ശന്മാരുടെ വീരഗാഥയോ? അവരൊക്കെ ആരായിരുന്നു എന്ന് തിരഞ്ഞിറങ്ങിയ ഒരുപക്ഷെ ഈ തലമുറയിൽപ്പെട്ട ഞാനും ബ്രോയൊക്കെ ലജ്ജിച്ച് തല താഴ്ത്തി നിൽക്കേണ്ടി വരും. പാരമ്പര്യം മണ്ണാം കട്ട. എടീ, നിഷ്കളങ്കയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതിന്റെ പേരില് തകർന്നടിയുന്ന ഒരു ചീട്ട് കൊട്ടാരമാണോ ഈ ഉയർത്തിക്കൊണ്ടു നടക്കുന്ന പാരമ്പര്യം? അങ്ങനെയാണെങ്കിൽ അത് തകർന്നടിയട്ടെ. ആരഭിമാനത്തിന് വേണ്ടി അതെടുത്ത് തലയിലെടുത്ത് വെച്ചിരിക്കുന്നേ? പാരമ്പര്യം പോലും. ഇനി ഉണ്ടാവുന്ന പരമ്പര ഇതെല്ലാം നിലനിർത്തുന്ന എന്തത്ര ഉറപ്പ്? തറവാടിത്തത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പേരിൽ തോന്നിയ അപമാനമാണെങ്കിലേ ഈ പറഞ്ഞ തറവാടിത്തം നിനക്കുണ്ടല്ലോ. എന്റെ ബ്രോ ഒരു ഡ്രൈവറുടെ മകളെ കല്യാണം കഴിച്ചപ്പോ ആ അപമാനം നിനക്ക് തോന്നിയില്ലല്ലോ. അതിന് കാരണം നിന്റെ ഉള്ളിലെ നന്മയാണ് നന്ദന. ആ നന്മയാണ് ഈ തൃച്ചംബരത്തുള്ളവർക്ക് ഇല്ലാതെ പോയത്. എല്ലാവരുടെയും കാഴ്ചപ്പാടുകൾ ഒരുപോലെ ആവണമെന്നില്ലല്ലോ അരവിന്ദ്. സൗകര്യത്തിനനുസരിച്ച് മാറുന്ന ഈ കമ്പനിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന ഈ നിയമം കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടുന്ന സ്റ്റാഫുകൾക്ക് ഉണ്ടോന്ന് അറിഞ്ഞാൽ കൊള്ളാം. എന്ത് വിട്ട് ചോദ്യമാരോ ഇത്? ചില സ്റ്റാഫുകൾ വിദേശ ജോലിക്കോ ഗവൺമെന്റ് ജോലി കിട്ടുമ്പോഴോ കമ്പനിയുടെ സേവനങ്ങൾ മതിയാക്കി പോയെന്ന് വരും. ചിലരെ നമ്മൾ പിരിച്ചുവിട്ടെന്നും വരും. എന്നുവെച്ച് അവർക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങളൊന്നും തടഞ്ഞ ചരിത്രമില്ല ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്. അതാണ് എനിക്ക് അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ ബ്രോയ്ക്ക് കൊടുക്കാനുള്ള ആനുകൂല്യങ്ങളും കൊടുക്കണം. അങ്ങനെയല്ലേ വേണ്ടേ? ഈ ബ്രോ എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞത് ഈ ആനന്ദകൃഷ്ണനെ കുറിച്ചാണ്. അപ്പൊ അതിനെനിക്കൊരു ഉത്തരം കിട്ടണം. നീ ആരാ? യൂണിയൻ നേതാവോ? മറ്റുള്ളവരുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി മീഡിയേറ്റർ ആയിട്ട് വരാൻ? അല്ല, ഈ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ട മിസ്റ്റർ ആനന്ദകൃഷ്ണൻ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് ചോദിച്ചത്. എന്താരോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ആനന്ദ് വെറും ഒരു കമ്പനി സ്റ്റാഫായിരുന്നോ? അത് അച്ഛനല്ലല്ലോ പറയണ്ടേ, കമ്പനി ഉടമയായ അമ്മയല്ലേ. അമ്മ പറയട്ടെ. ആ കമ്പനിയിലെ ഒരു സ്റ്റാഫ് എന്ന നിലയിൽ അതിന്റെ ഉടമയോട് മറ്റൊരു സ്റ്റാഫിന്റെ ആനുകൂല്യത്തെ കുറിച്ച് സംസാരിക്കുന്നു. അത്രേ ഉള്ളൂ. അല്ലാതെ യൂണിയൻ ലീഡർ ഒന്നുമല്ല. നീ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലെ കൂലിക്കാരനല്ല, MD ആണ്. അതോർത്ത് വേണം സംസാരിക്കാൻ. അത് പെർമനന്റ് പോസ്റ്റ് ഒന്നും അല്ലല്ലോ. ഇവിടെ പലരുടെയും വികാര വിചാരങ്ങൾ അനുസരിച്ച് ഏതു നിമിഷം തെറിച്ചു പോകുന്ന ഒരു താൽക്കാലിക ജോലിയല്ലേ. ഒരു സെക്യൂരിറ്റി ഇല്ലാത്തൊരു ജോലി. നിന്റെ വാക്കുകളും പ്രവൃത്തിയും ലക്ഷ്യവും ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ചിലരുടെ ജൽപ്പനങ്ങൾക്ക് പുല്ല് വില കൊടുക്കാതെ വിട്ടുകളയാനാ അഖില ശീലിക്കുന്നത്. ഇപ്പൊ നിന്റെ ആവശ്യം എന്താ?
എല്ലാവർക്കും കൊടുക്കുന്ന പോലെ പിരിച്ചുവിട്ട മിസ്റ്റർ ആനന്ദകൃഷ്ണനും അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കൊടുക്കണം. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഒരു സ്റ്റാഫിനും അർഹതപ്പെട്ടതൊന്നും കൊടുക്കാതിരുന്നിട്ടില്ല. നീ പറഞ്ഞ ആൾക്കും അത് കൊടുക്കും. അതിന് എത്ര വലിയ എമൗണ്ട് ആണെങ്കിലും വൈകിപ്പിക്കില്ല. ഇന്ന് 11 മണിക്ക് ഇവിടെ വന്ന് എന്റെ മുന്നിൽ വെച്ച് അത് വാങ്ങിക്കൊള്ളാൻ അയാളോട് പറയണം. അച്ഛാ, ഞാൻ ഈ പറഞ്ഞത് അവിവേകമായി പോയെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞാനിതിന്റെ എല്ലാ വശങ്ങളും ആലോചിച്ചതിന് ശേഷമാണ് ഈ വിഷയം അമ്മയുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. സാരമില്ല. ഈ കാര്യത്തിൽ ആരെ കുറ്റപ്പെടുത്തണമെന്നല്ല ഞാൻ ചിന്തിക്കുന്നത്, ആര് പറഞ്ഞതിൽ ശരിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സ്വന്തം കൂടപ്പിറപ്പ് കഷ്ടപ്പെടുന്നത് കണ്ട് അവനു വേണ്ടി അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ചോദിച്ച നീ കുറ്റക്കാരനാണെന്ന് പറയാൻ പറ്റുമോ എനിക്ക്? അർഹതപ്പെട്ട ആനുകൂല്യം ആർക്കാണെങ്കിലും കൊടുക്കുമെന്ന് പറയുന്ന അഖിലയും എനിക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇന്ന് കമ്പനിയിലേക്ക് പോകണ്ടെന്നാ കരുതിയത്. ഇന്നിനി ഇവിടെ വേണ്ട. കണക്ക് പറഞ്ഞ ആനുകൂല്യങ്ങൾ വാങ്ങിക്കുന്ന മകനെ അർഹതപ്പെട്ടത് കൊടുക്കാൻ വാശി പിടിക്കുന്ന അമ്മയും കാണാനും അതിന് സാക്ഷ്യം വഹിക്കാനും എനിക്കാവില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ ഓഫീസിലേക്ക് പോവാം. നീ ഇവിടെ ഉണ്ടാവണം. ആനന്ദിനെ വിളിച്ച് പറഞ്ഞേ. സോറി, ഒരു ഇതൊരു ബ്ലാങ്ക് ചെക്ക് ലീഫാ. സ്വയം വിലയിട്ട് എത്ര വേണമെങ്കിലും എഴുതിയെടുക്കാം. 10 മാസം നൊന്ത് പ്രസവിച്ചത് മാത്രമല്ല, വിലയിടാനാവാത്ത കണക്ക്. അതുപോലെ വിലയിടാനാവാത്ത 100 കാര്യങ്ങളുണ്ടാവും ഈ പ്രപഞ്ചത്തിൽ, ഈ ജീവിതത്തിൽ. അതിലെ കണക്കുകൾ വിലയിടാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ ഒരു ചെക്ക് ലീഫിൽ നിന്നില്ലെന്ന് വരും, അക്കൗണ്ടിലുള്ളത് തികഞ്ഞില്ലെന്നും വരും. അയ്യോ, ബ്രോയാണ് കൂടപ്പിറപ്പ്, ഏട്ടൻ. ഒരു റബ്ബർ കൊണ്ട് മാച്ചാ മായില്ലല്ലോ ബന്ധം. പോട്ടെ.
കമ്പനി കാണാൻ പോയിരുന്നു കല്യാണി. എന്നിട്ട് മെഷീനറീസ് ഒന്നും വലിയ കുഴപ്പമില്ല, എല്ലാം വർക്കിംഗ് കണ്ടീഷനിൽ തന്നെ. കാര്യങ്ങളൊക്കെ ഉറപ്പിച്ച് എഗ്രിമെന്റ് സൈൻ ചെയ്തപ്പോ തന്നെ നേരം വൈകി. ഈ നോട്ടത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ക്യാഷ് എവിടെ നിന്നല്ലേ? അത് സുബ്രു തന്നു. ദാ. ദാ. ഞാൻ ചായ എടുക്കട്ടെ? നിക്ക. ഈ ക്യാഷ് അലമാരയിലേക്ക് വെക്ക. ഇനോഗ്രേഷനും പർച്ചേസിംഗിനും ഒക്കെ ഉള്ള ക്യാഷാ. സുബ്രുവേട്ടന് വല്യുഞ്ഞെന്ന് വെച്ച ജീവനാ. കല്യാണി, ജീവിതത്തിൽ ഒരാളുടെ വിജയം എന്ന് പറയുന്നത് ഒരു നല്ല സുഹൃത്തിനെ തെരഞ്ഞെടുക്കുന്നതില് അതിനോളം വരില്ല വേറൊന്നും. അല്ല, അനികൂടെ എവിടെ? അവൻ അച്ഛന്റെ മുറിയിൽ അടച്ചിരുന്ന ഓൺലൈൻ ക്ലാസ്സിലാ. വല്യുഞ്ഞെന്ന് കാണണോട്ടോ, ക്ലാസ് റൂം പോലെ തന്നെയാ. ഈ ഗൂഗിൾ മീറ്റില് എല്ലാരും പരസ്പരം കണ്ടാ പഠിക്കണേ. നാളെ മുതല് കമ്പനി കാര്യങ്ങളിലേക്ക് നീങ്ങണം. നല്ലൊരു ദിവസം നോക്കി വേണം കമ്പനി തുടങ്ങാൻ. നാളെ തന്നെ നമുക്ക് പോയി ഗുരുജിയെ കണ്ട് കമ്പനി തുടങ്ങാനുള്ള ഒരു മുഹൂർത്തം കുറിപ്പിക്കണം. കല്യാണി, കമ്പനി തുടങ്ങാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആയിക്കോട്ടെ മാഷേ, എന്നാലും നാളെ തന്നെ നമുക്ക് പോയി ഗുരുജിയെ കണ്ട് മുഹൂർത്തം കുറിപ്പിക്കണം. പിന്നെ പോകുന്ന വഴിക്ക് തെച്ചിക്കാട് പരബ്രഹ്മ ക്ഷേത്രത്തിൽ കൂടി ഒന്ന് കയറണം. അത് കഴിഞ്ഞിട്ട് മതി ഗുരുജിയെ കാണുന്നത്. ശരി, ആയിക്കോട്ടെ. എന്നാ പിന്നെ മാഷു പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ എപ്പോഴേക്കും ചായ എടുത്തിട്ട് വരാം. ശരി. ഗുരുജി, നമസ്കാരം. നമസ്കാരം. എന്താ എല്ലാവരും കൂടി? ആഹാ, സുബ്രഹ്മണ്യം പോറ്റിയുണ്ടല്ലോ. എന്താ വിശേഷിച്ച്? ഞങ്ങള് ഗുരുജിയെ കാണാൻ ആശ്രമത്തിലേക്ക് വരാൻ ഇറങ്ങിയതാ. ക്ഷേത്രത്തിൽ തൊഴുതിട്ട് പോവാന്ന് കല്യാണി പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന്. ഗുരുജി, വല്യുഞ്ഞ് പുതിയൊരു സംരംഭം തുടങ്ങാൻ പോവാ. അതിനുള്ള മുഹൂർത്തം ഒന്ന് അറിയണമായിരുന്നു. നമുക്ക് നോക്കാം. അല്ല, എന്തു സംരംഭമാ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്? അത് ഒരു ഹെർബൽ പ്രോഡക്റ്റ്. അതിന്റെയും അംബാസഡർ കല്യാണി തന്നെ ആയിരിക്കുമല്ലോ, അല്ലേ? ആനന്ദിന്റെ ജന്മനക്ഷത്രം പൂരമല്ലേ? അതെ ഗുരുജി. പുതിയ വ്യവസായ സംരംഭം ആരംഭിക്കാനുള്ളതല്ലേ? ആനന്ദിന്റെ നക്ഷത്രം വെച്ച് നോക്കിയിട്ട് ഉചിതമായൊരു മുഹൂർത്തം കിട്ടുന്നില്ല. ഏതായാലും ഒന്നുകൂടെ നോക്കാം. കമ്പനി തുടങ്ങണമെങ്കിൽ ഇന്നു തൊട്ട് 3 ദിവസങ്ങൾക്കുള്ളിൽ തുടങ്ങണം. അതായത് 3 ദിവസവും 10 വിനാഴികയും കഴിഞ്ഞാൽ ആനന്ദിന്റെ നക്ഷത്രദശ പാടെ മാറുകയാണ്. പിന്നീട് പുതിയൊരു സംരംഭത്തിന്റെ തുടക്കത്തിന് 732.5 ദിവസം, അതായത് 2 ആണ്ടുകൾ കാത്തിരിക്കേണ്ടി വരും. അപ്പോ അധികം വൈകാതെ കമ്പനിയുടെ ഉദ്ഘാടനം നടത്തണം, അല്ലേ ഗുരുജി? അതെ. വളരെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യണ്ടേ? അതെ. നല്ല സമയം നോക്കി പ്രാരംഭം കുറിക്കുന്നതിനുള്ള വിളക്ക് തെളിയണം. വിഘ്നേശ്വര പൂജ ചെയ്ത് കമ്പനിയിലേക്ക് വലതുകാൽ വെച്ച് കയറണം. ബാക്കി കാര്യങ്ങളൊക്കെ സമയ സന്ദർഭങ്ങൾ അനുസരിച്ച് പിറകെ ചെയ്താൽ മതിയല്ലോ.
ഗുരുജി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ മറ്റന്നാളെങ്കിലും ഉദ്ഘാടനം നടന്നിരിക്കണ്ടേ? ഇനിയിപ്പോ അതേ പറ്റൂ. ഗുരുജി പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോ അങ്ങനെ തന്നെ കുറിക്കട്ടെ. ശരി ഗുരുജി. ശുഭമുഹൂർത്തം പകൽ 10 മണി കഴിഞ്ഞ് 11 നാഴികയ്ക്കകം. 10 കഴിഞ്ഞ് 10:30 കൂട്ടിക്കൊള്ളൂ. വാങ്ങിക്കോളൂ. സദാ ശിവചൈതന്യം വിളങ്ങട്ടെ. ആനന്ദ്, ദുർബലപക്ഷത്തോടുള്ള കാരുണ്യം ദൈവാധീനത്തിന്റെ ലക്ഷണമാണ്. പ്രതിസന്ധികൾ അനവധി ഉണ്ടായേക്കാം. പക്ഷേ ആത്യന്തികമായി ദൈവം അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. ആനന്ദ് വളരെ കഴിവുള്ളവനാണ്. എങ്കിലും ദൃഷ്ടിദോഷവും ദൃശ്യദോഷവും ഉണ്ടായേക്കാം. തളരാതെ മുന്നോട്ട് പോവുക. ഓഹി ഭാരഹ സമർത്ഥാനാം കിം ദൂരം വ്യവസായിനാം കോ വിദേശകനാ വിദ്യാനാം കഹ പരഹ പ്രിയവാദിനാം.